എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുളിച്ചു വന്ന അതുകൊണ്ട് എൻ്റെ മുടി എല്ലാം കൂടെ പറ്റി പിടിച്ചെടുക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നതാണ് കണ്ണൂർ. ഞങ്ങളുടെ ഒരു ആൻറ്റിയുടെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ വരാൻ പോവുകയാണ്. എനിക്കറിഞ്ഞത് ന്യൂ ഇയറിന് മുമ്പെയാണ് എത്തുക. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പം നമുക്ക് നേരെ വീഡിയോ കിടക്കാം. നമ്മൾ കണ്ണൂരേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. എടി എക്സൈറ്റഡ് അല്ലേ? നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാം. അതിശക്തമായ ജലദോഷവും ചുമയും കാരണം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. പക്ഷെ അച്ഛൻ എക്സൈറ്റഡ് അല്ലേ? അതെ തീർച്ചയായിട്ടും. ഇതൊക്കെ വെച്ചിട്ടല്ലേ ഇനി വണ്ടി ഓടിക്കാൻ പോകുന്നത്? ചേച്ചി എക്സൈറ്റഡ് ആണോ? അതെ ഫ്രണ്ട്സ്, സമയം ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു തട്ടുകട കയറാൻ പോകണം. തിന്നാ ഉദ്ദേശിക്കുന്നത് ചോറിടാണ് പ്രഷറ്. ചേച്ചിയുടെ ബിരിയാണി കിട്ടി. നിന്റേതാണ് കാത്തുക്കുന്നത്. ഡീൽ എനിക്കൊരു ലെഗ് പീസും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ മാമനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത്ര നേരം ഫുഡ് കഴിച്ച ഹോട്ടലിന്റെ പേരാണ് കേട്ടോ അന്നപൂർണ. ഇതെവിടെയാ? പഴശ്ശീല. ഓ മോനെ, പഴശ്ശീരാജ ഉണ്ടാക്കിയതാ? ഒന്നും വേണ്ട, എനിക്ക് മനസ്സിലായ ചളിയാണെന്ന്. അങ്ങനെ ബിരിയാണിയും ചോറും തിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും തുടർന്നിരിക്കാനല്ലേ? അല്ലേ? അമ്മയ്ക്ക് എന്തൊരു മടി സാര ക്യാമറയിൽ വരാം. അപ്പം നിങ്ങൾ അമ്മ മുട്ടായി തിന്നോണ്ടിരിക്ക. മുട്ടായി ഞാൻ എന്താ നിങ്ങൾക്ക് വെച്ചാല് എന്റെ സിസ്റ്റർ രണ്ട് സീനിന്റെ ഇടയിൽ വെക്ക സീന്. എന്റെ പ്ലാൻ എന്താ വെച്ചാല് നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാൻ എന്താണ് സ്ഥലങ്ങളൊന്നും വീഡിയോ എടുക്കാതെ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സർപ്രൈസ് ഒരു സ്ഥലമുണ്ട്. അത് കണ്ടാൽ നിങ്ങൾ എന്താണ് സ്ഥലം നിങ്ങൾ പറയും. അത് എത്തിയിട്ട് അടുക്കാം. പിന്നെ ഇപ്പം എന്തായാലും പോവല്ലേ, അപ്പം ഞാൻ നിങ്ങൾക്ക് എൻ്റെ കാർ ടൂർ ചെയ്ത് തരാം. ഇതാണ് എൻ്റെ പുതപ്പ്, ഇതാണ് എൻ്റെ തലയണ. എന്നിട്ട് ഒരാടെ എന്താ വെച്ചാൽ ഈ ഭാഗമല്ലേ, ഇതാ ഈ ഭാഗത്ത് ഇങ്ങനെ തലയണ വെച്ചിട്ട് പുതപ്പും പൊച്ചോട് ഇങ്ങനെ കിടന്നുറങ്ങാൻ ചേച്ചിയുടെ വലിയ കാര്യമൊക്കെ. ഇത്രയും വലിയൊരു ആശ്വാസം ഇവിടെയും കിട്ടൂലല്ലോ. അതൊക്കെയാണ് ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞ എൻ്റെ പണിയായുധങ്ങളാണ് രാജാവേ. അപ്പൊ നമുക്ക് നേരെ ഒന്നും പറയണ്ട, ഞാൻ ആ സ്ഥലത്ത് എത്തിയിട്ട് നിങ്ങൾ കാണിച്ചു തരാം. നേരെ നമ്മൾ മട്ടന്നൂർ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ചും കൂടെ ദൂരമുണ്ട്. ഇങ്ങനെ വണ്ടി ഓടിച്ചു പോയിട്ട് നമ്മളിപ്പോ കാണുന്നൊരു പകുതി മനോഹരമായ സ്ഥലമാണ്. ഞങ്ങളിങ്ങനെ ഇത് ഭാരതപ്പുഴയാണ് അച്ഛാ. നിങ്ങള് ഭാരതപ്പുഴയൊക്കെ തോന്നുന്നു. മണ്ണായതുകൊണ്ടാണെന്ന് പറഞ്ഞു. പക്ഷെ നോക്കിയേ, ഇങ്ങനത്തെ വല്ല കുളത്തിലേറ്റായിരിക്കും നേരം ചാടി വന്നിട്ടുണ്ടാവുക. ഒക്കെ നോക്കാം. ഇവിടെ വീടുകളും ഉണ്ട് കേട്ടോ. പ്രഷറെ നോക്കിയേ, എന്ത് നല്ല രസമാണ് നോക്കി. പ്രഷറെ നോക്കി, എന്ത് നല്ല സ്ഥലമാണ് നോക്കി. നല്ല കാറ്റിൽ ഇങ്ങനത്തെ അടിപൊളി പുഴ. ഇവിടെ പണിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ കാഴ്ച കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ വേഗം ഉള്ളിൽ കയറട്ടെ. നിങ്ങൾക്ക് വേണ്ടി വീണ്ടും ഞാൻ കയറിയിരിക്കുകയാണ്. അടുത്ത വ്യൂ കാണിക്കാൻ വേണ്ടി നമ്മൾ അടുത്ത വ്യൂ എത്തിയിരിക്കുകയാണ്. പക്ഷേ അയ്യോ വളയ്ക്കുന്നേ അയ്യോ. നമ്മൾ ചുരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ അത് കാണുമ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ആയിരിക്കും. പക്ഷെ അത്രയും ഡേഞ്ചറസ് ഒന്നും അല്ല. പക്ഷേ ഞാൻ അതിനെ പോകുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു ബ്ലൂബെറി കുന്നാണ്. ശരിക്കും പറഞ്ഞാൽ ശരിക്കത്തെ ആൾക്കാർക്ക് അറിയാം ബ്ലൂബെറി കുന്ന് എന്താണ്. അതാ ബ്ലൂബെറി കുന്ന്. എന്തായാലും ആരാ പറയുന്നത് ഡോറ ബുജി കാണാതെയാണെന്ന്. എന്നെ അടിപൊളി സ്ഥലം. കേരളത്തിൽ തന്നെയാണോ നിൽക്കുന്നത് ഗായ്സ്? നമ്മളങ്ങനെ ചെമ്പൻ തൊട്ടിയിൽ എത്തിയിരിക്കുകയാണ്. നല്ല പള്ളിയല്ലേ? അടിപൊളി പള്ളി. പ്രേക്ഷകരെ കുറേ നേരമായി ഈ ഫുള്ള് ഗുണ്ടും കുജ്ജി കൂടെ നമ്മൾ പോകുന്നു. ഇത് കയറിയായിട്ടും കഴിഞ്ഞിട്ടില്ല. എനിക്ക് 5 മിനിറ്റും കൂടെ അല്ലല്ലോ അച്ഛാ, അല്ലേ? അയ്യോ, ഇനി 5 മിനിറ്റ് കൂടെ അല്ലേ ഉള്ളൂ. പിന്നെ 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നതായിരിക്കും. അതെ, 5 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ നമ്മൾ നല്ല റൂട്ടിലെത്തും. അത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പോവാം.
ഫ്രണ്ട്സ് നമ്മൾ എത്തിയിരിക്കുകയാണ്. ലെറ്റ്സ് ഗോ. വളച്ചോളൂ വെച്ചാൽ വളച്ചോളൂ. പ്രേക്ഷകരെ നമ്മൾ അങ്ങനെ എത്തിയിരിക്കുകയാണ് നമ്മുടെ ആൻറ്റിയുടെ വീട്ടിൽ. അടിപൊളിയല്ല അവിടെ. നമ്മളെ ആൻറ്റിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഈ നല്ല സ്ഥലം കേട്ടോ ഇവിടെ. കാരണം നല്ല സ്ഥലം. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. ഞങ്ങൾക്ക് കാണിച്ചിട്ട് എവിടെയാണ് നല്ല അടിപൊളി വ്യൂ. നിങ്ങളൊന്ന് നോക്കിക്കേ ഈ വീടിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. വീടിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടോ? ഇവിടെ ഒന്ന് നോക്കിക്കേ. അടിപൊളി വ്യൂ ആണ്. തോന്നുന്നില്ല ഞാൻ മിക്കവാറും എനിക്ക് വ്ളോഗ് എടുക്കാനാവുന്ന. അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് നാളെ ഇന്നാണ് നാളെയാണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും ഒരു പ്രോഗ്രാം ഉണ്ട് കണ്ണൂർ തന്നെ. അപ്പം അതിന് റെഡി ആവണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതായിരിക്കും ബൈ ബൈ. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വ്ളോഗും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും പിന്നെ കാണാം. ബൈ.